നമുക്ക് കുറച്ച് ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് കൊണ്ട് സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ട് ചേച്ചൻ രാവിലെ ഫോൺ വഴിക്കായിട്ട് എൻ്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ മിറ്റൻ തൂക്കം ഇറങ്ങിയതാ. ഈ ചെമ്പരത്തി വെട്ടണമെന്ന് ഓർക്കും. ഈ പൂവ് ഇങ്ങനെ ചീഞ്ഞ് കിടക്കും. വെള്ളം ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇതങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും വരില്ല. മഴയില്ലാത്തത് കൊണ്ട് ഉണങ്ങിക്കിടക്കുക. മഴയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇലയും പൂവും കൂടെ ചീഞ്ഞ് കിടക്കും. അപ്പോൾ വെട്ടണമെന്ന് വിചാരിക്കും. പക്ഷേ ഇതുവരെ പൂവുണ്ടോ, നല്ല പൂവാണ്, നല്ല ചുമന്ന പൂ, ഒത്തിരി പൂ ഉണ്ടാവുകയും ചെയ്യും. ഓണം കഴിഞ്ഞ് വെട്ടാൻ പറ്റിങ്ങനെ ടീച്ചർ പറഞ്ഞു. പക്ഷെ വെട്ടിയില്ല. നല്ല പൂവല്ലേ, ഇഷ്ടം പോലെ പൂവാണ് അതിൽ. അതുകൊണ്ട് ഇന്ന് കുറവാണ് പൂ. ഇന്നലെ നോക്കിയപ്പോൾ നിറയെ പൂവായിരുന്നു. അതുകൊണ്ട് അത് വെട്ടാൻ നമുക്ക് തോന്നില്ല. നേരത്തെയൊക്കെ നമ്മുടെ ചെറുതിലെയൊക്കെ രാവിലെ ഒരു പല്ല് തേച്ചൊരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് മിറ്റം തൂക്കാൻ ഇറങ്ങും. ഇപ്പം പക്ഷേ സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാണ് നമ്മുടെ മിറ്റം തൂരി. ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും തൂക്കുന്നത്. അങ്ങനെ ഇന്ന സമയം ഒന്നുമില്ല ഇപ്പം മിറ്റം തൂക്കാൻ. നല്ല വോയിസ് ഡിസ്റ്റർബൻസ് കാണും അല്ലേ? ആ വീട് പെയിൻ്റ് അടിക്കാനായിട്ട് അത് പിന്നെ അതിൻ്റെ മതിലും ഓടും ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആരുടെയോ കല്യാണമൊക്കെയാണ് ഇതൊക്കെ. ഡെസ്പാൻ എടുത്തുകൊണ്ട് വന്നിട്ട് വാരിക്കളയാം. ഇതേ ഒരു കായുണ്ട്, നല്ല മുഴുത്തൊരു കായുണ്ട്. ഇത് പക്ഷെ മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്നാൾ കുറച്ച് കായല്ല, നല്ല മധുരമുള്ള കായായിരുന്നു, നല്ല മധുരം. ഇതിനങ്ങനെ സീസണൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സീസൺ ഉണ്ടോ അവിടെ? ഇല്ല, ഇപ്പം കടയിലെല്ലാം ഇരിക്കുന്നതാണ്. നമുക്ക് വീട് വെക്കാം, ഇങ്ങനത്തെ ഇതൊക്കെ വെക്കണം, ചെടിയൊക്കെ വെക്കണം. ഇത് ചീരയിലൊക്കെ തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാരിക്കളയാതെ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും പൊട്ടിച്ച് ഞങ്ങൾക്ക് കണ്ണിൽ ചണിയാണ്. നല്ല പൈസ ഇവിടെ തൂക്കണ്ട. പക്ഷെ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും വെയിലായി. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സാധനം ഇവിടെ നിന്ന് പോയി. നമ്മുടെ പ്ലാവ് മറിഞ്ഞു പോയി. നമ്മളിഷ്ടം പോലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്താൽ പ്ലാവ് മറിഞ്ഞു പോയപ്പോഴത്തേനും എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഫോട്ടോ എവിടെ നിന്ന് എടുക്കും, ഫോട്ടോ എവിടെ നിന്ന് എടുക്കണം. കഴിഞ്ഞ ദിവസം ഭയങ്കര കാറ്റും മഴയില്ലായിരുന്നോ? കാറ്റും മഴത്ത് ഞാൻ ആറ്റിപ്പോയി അലക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പ്ലാവ് മറിഞ്ഞു കിടക്കുക. നല്ല പ്ലാവായിരുന്നു. കുറേ നാളായിട്ട് ആ പ്ലാവിൻ്റെ ചക്കയെല്ലാം മഞ്ഞക്കാരം പിടിച്ചിട്ട് കേടായിരുന്നു. അപ്പോൾ അന്നേരം മനസ്സിലായില്ല ഇത് കേടായി, ചുവട് കേടായിട്ട് അങ്ങനെയൊക്കെ ആ ചക്ക എടുക്കായി വരുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ചക്കയല്ല പ്ലാവ് മറിഞ്ഞു പോയി. ഒട്ടിക്കളഞ്ഞു. ഈ മാങ്ങയിൽ മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും മുളക് പൊടിയും കൂട്ടി തിന്നണം. നല്ല ടേസ്റ്റാണ്. വലിയ പൊടിയില്ലാത്ത മാങ്ങ. നമ്മുടെ അവിടെ ആ ഒരു കപ്പളങ്ങ അങ്ങ് പൊങ്ങിപ്പോയി. ഇപ്പം അതേലെ കപ്പളങ്ങ എല്ലാം കാക്കയാണ് തിന്നുന്നത്. അങ്ങനെ തന്നെ പിങ്ക് ലേഡിയോ റെഡ് ലേഡിയോ അങ്ങനെയാണ് പറഞ്ഞൊരു കപ്പളങ്ങ. അകം നല്ല ചുമന്ന കളറിലേക്ക് തൂത്തുവാരും എടുത്തിട്ടിരിക്കുവാണേ. ആ വീടിൻ്റെ മുകളിലെ പെര പണിയുന്നതിൻ്റെ ലോസ് വെച്ചിട്ട് വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒച്ചയാണ്. ഒച്ച കാരണം സ്കൂളിലൊക്കെ പോകുമ്പോഴേ മാങ്ങ എറിഞ്ഞിട്ട് മാങ്ങ താഴെ വീണ ആ മാങ്ങ കല്ല് വെച്ചിട്ട് ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കഷ്ണം എടുത്ത് കടിച്ച് തിന്നുകൊണ്ട് സ്കൂളിൽ പോകുമായിരുന്നു. ഇവന്മാരൊന്നും ഇങ്ങനെയൊന്നും തിന്നത്തൊന്നുമില്ല. ഇവന്മാർക്കൊക്കെ അഹങ്കാരം. നമ്മുടെ കപ്പളത്തിൻ്റെ കുരു ഇട്ടിട്ട് എളുപ്പമാണ്.
ഇത് ഇനി കപ്പളങ്ങ നമുക്ക് താഴെ നിന്ന് പറിക്കാം. ഈ മതിലെ കയറി നിന്ന് പറിക്കാമല്ലോ. പുല്ല് വെട്ടിയിട്ട് പിന്നെയും കൊളുത്തും. ഈ പശുവൊക്കെ എങ്ങനെ ഈ വെയിലത്ത് നിൽക്കുന്നല്ലേ? നമുക്കേ സുനിത ചേച്ചിയുടെ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും ഇടാനില്ലായിരുന്നു. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറേ യാത്രയും അതും ഇതൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മുറ്റത്ത് തൂക്കാൻ ഇറങ്ങിയപ്പം ജേസൺ പുറകെ ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് ഭയങ്കരമായിട്ട് വേർക്കുന്നത്. ഭയങ്കര ചൂടാണ് ഇവിടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ മുറ്റത്തല്ല ഈ കല്ല് പാക്കി വെക്കുന്ന മുറ്റമായതുകൊണ്ടേ വൈകുന്നേരം ആകുമ്പോഴത്തേനും പെരയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചൂട് പെരയിലോട്ട് അങ്ങോട്ട് അടിച്ചിട്ട് പെരയ്ക്കകത്ത് നമ്മൾ ഈ പുകപ്പെരയ്ക്കകത്ത് കയറിയിരിക്കുന്ന പ്രീതിയാണ്. പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ചേമ്പന്താൾ തോരൻ വെക്കാമെന്ന്. ചേമ്പന്താൾ തോരൻ വെക്കാൻ അത് പറിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. അപ്പം നോക്കിയപ്പം കാറ് കിടക്കുന്ന അവിടെ എല്ലാം ഭയങ്കരമായിട്ട് ചപ്പ് കിടക്കുന്നു. അപ്പം മുറ്റം തൂത്തു. അപ്പം അന്നേരമാണ് ഞാൻ ഓർത്തത് നമ്മളെല്ലാം വീഡിയോ ഇടുമ്പം ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പ്ലാവ് മറിഞ്ഞ കാര്യം ഒന്ന് പറയണ്ടേന്ന്. അങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇനി പോയി സുനിത ചേച്ചിയുടെ അവിടെ പോയി 2 ചേമ്പന്താൾ വെട്ടണം, കൊണ്ടുവന്ന് തോരൻ വയ്ക്കണം. ഫുൾ വീഡിയോ ഇപ്പം കുക്കിങ്ങിൻ്റെ ഒന്നും നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എടുക്കുന്നുമില്ല, ഇടുന്നുമില്ല. പിന്നെ ഒരു കമൻറ്റിന് മറുപടി പറയണം. ഒത്തിരി കമൻറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് കമൻറ്റിന് മറുപടി പറയാനായിട്ട് പറ്റത്തില്ല. കമൻറ്റിന് മറുപടി എന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ചോദിക്കുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ ഡേ ഇപ്പോഴത്തെ ഭയങ്കര ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഡേ ഒന്നുമല്ല. ഭയങ്കര എന്നെ കണ്ട് നിങ്ങൾ മടിയന്മാരാകണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പണിയൊക്കെ ഭയങ്കര എനിക്ക് എപ്പോഴേലും തോന്നുമ്പം അങ്ങനെ രാവിലത്തെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും അവിഞ്ഞു കൂട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് നിങ്ങളെയും കൂടെ മടിയന്മാരാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്. ചെയ്യണം അത്. പിന്നെ മിക്ക ദിവസം ജെയ്സൺ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ക്യാമറ തന്നെ പിടിച്ചിട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള എനിക്കറിയില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്കതിന് ഒരു ഇതാവുമ്പം ഞാൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ജെയ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പം ഉടനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ സാരി കളക്ഷൻ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ എല്ലാവരും കുറേ പേര് കമൻറ്റ് ഇട്ടേക്കുന്നു ഇതിനകത്ത് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻ കാണിക്കാം. എനിക്കങ്ങനെ ഓർണമെൻറ്റ്സ് കളക്ഷൻ ഇല്ല. ഒന്നാമത്തെ കാര്യം ഗോൾഡ് അല്ലാത്തൊരു സാധനം ഇട്ടാൽ എനിക്ക് ചൊറിഞ്ഞ് തടിക്കും. ചൊറിഞ്ഞ് ഈ മാലയൊക്കെ ഇട്ടാൽ ഇങ്ങനെ മുള്ളുകമ്പി ഇട്ടിങ്ങനെ വലിച്ച പോലെ വലിഞ്ഞിട്ട് ചൊറിഞ്ഞ് പൊട്ടും. പിന്നെ കമ്മൽ മാത്രമാണ് ആകെപ്പാട് ഇടാൻ പറ്റുന്നത്. കുറച്ച് കമ്മലുണ്ടെന്നല്ലോ, അത് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തന്ന കമ്മലോ പിന്നെ ഞാൻ വാങ്ങിച്ച കമ്മലോ അങ്ങനെ കുറച്ച് കമ്മലുകളേ ഉള്ളൂ. മാല എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് നമ്മുടെ കളക്ഷൻ ചെയ്യാനില്ല. ഗോൾഡ് ആകുമ്പം ഈ വിലയ്ക്ക് ഗോൾഡൊക്കെ വാങ്ങിച്ച് ഒത്തിരി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓർണമെൻറ്റ്സ് കളക്ഷൻ എന്ന് പറയുന്നൊരു സാധനം എനിക്കില്ല. കുറച്ച് കമ്മലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ വീഡിയോയും ചെയ്യാൻ പറ്റില്ല. മാങ്ങാണ്ടിയെ കടിച്ചു. കയ്പ മാങ്ങാണ്ടിക്ക് ഒട്ടും മാങ്ങാണ്ടി അതുണ്ടോ തീർന്നു മാങ്ങ. ഒരു മാങ്ങ അരച്ചിട്ട് പോയിട്ട് ഉപ്പും മുളകും ഇട്ട് കഴിക്കുന്ന എടുത്തരാം, കാണിച്ചു തരാം. വിമാനം പോകുന്നു. പിന്നെ മടലൊക്കെ വെട്ടിക്കൊണ്ടു. മടലല്ല, ഇതാണ് ചേമ്പന്താള്. ഇത് വെച്ചിട്ട് നമുക്കൊന്നൊരു തോരനുണ്ടാകും. സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പൊതുക്കി കൊണ്ടുകൊണ്ടിരുന്നു. എനിക്ക് അവധി ദിവസം കിട്ടിയാൽ ഞാൻ അപ്പം പറമ്പിലിറങ്ങും, 2 താള് വെട്ടും, തോരൻ വെക്കും. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് കറി വെക്കാം. ഇച്ചിരി ചിക്കൻ മസാല ഇട്ടിട്ട് വെക്കണം. ചിക്കൻ മസാല ഇട്ടോ താള് തോരൻ വെക്കുന്നതോ? മസാല കേട്ടോ അടിപൊളി വരും. ഒരു കഷ്ണം നിനക്ക് തരാം. നീ ചിക്കൻ മസാല ഇട്ട് വെക്കും. വാ, ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കണ്ടേ? വാ, ക്ലീൻ ചെയ്യാൻ പറയാൻ ക്ലീൻ ചെയ്യുന്നില്ലേ? ക്ലീൻ ചെയ്യുന്നില്ല. ഈ ഫോണൊന്ന് പിടിച്ചടാം. ഇത് കണ്ടോ? ഇത് ഞാൻ എവിടുന്ന ഷായിച്ചാട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 2-3 കപ്പ് കൊണ്ട് വെച്ചതാണ്. ആടലോടെ കണ്ടോ? നല്ല വലിയ നിലവായി. മാളുവിൻ്റെ ചുമ മാറ്റുന്ന പ്രധാനപ്പെട്ട സാധനമാണിത്. ഇത് കണ്ടോ? വേറൊരു സാധനം ഇതാണ് കുടങ്ങൽ. കുടങ്ങൽ എന്തിനൊക്കെയോ ഉള്ള മരുന്നാണ്.
ഇതൊക്കെ അടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ കുടങ്ങൻ. ക്യാമറയ്ക്ക് അകത്തോട്ട് കയറ്റി വെച്ചാൽ ഫോക്കസ് ആകത്തില്ല. ഞാനത് ഓൾറെഡി സൂം ചെയ്തെടുത്തായിരുന്നു. ഇത് എന്നതിനുള്ള ഇത് അരച്ചിട്ടേ മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു മാറുമെന്ന് പറയുന്നേക്കാം. ഞാൻ എന്നും തേക്കണം എന്ന് വിചാരിച്ചു. നടക്കട്ടെ. ഇങ്ങനെ ക്ലീൻ ചെയ്തില്ലേലും ഈ തോല് കളഞ്ഞില്ലേലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിലപ്പം തോല് കളയും, ചിലപ്പോൾ തോല് കളയത്തില്ല. ഇപ്പോൾ ഒത്തിരി നാളായി ഈ സാധനം കഴിച്ചിട്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതാട്ടോ. കഴുകി വൃത്തിയാക്കിയ ചേമ്പൻ താള. എന്നാണ് കയ്യറ വേണം കേട്ടോ ഇതായിരിക്കും. ഇത് കുഞ്ഞു കഷ്ണമായിട്ട് കണ്ടിച്ചിട്ടിട്ട് മറ്റേ കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കും ചേമ്പന്താള്. ആനക്കല്ലേ അമ്മ വെക്കുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പക്ഷെ ആ കറി അറിയത്തില്ല, പഠിക്കണം. സൂഫിയോട് ചോദിച്ചാൽ ഇത് വെച്ചിട്ടൊരു 150 കറി ഇപ്പോൾ പറയും. പണ്ടൊക്കെ ഈ കറി വെക്കാനൊക്കെ മേടിക്കാൻ കുറേ പിള്ളേരും ഉണ്ട്. എല്ലാവർക്കും ഫുഡുണ്ടാകണം. അപ്പം എന്നേലുമൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വെച്ചിട്ടല്ലേ ഈ കറി വെക്കുന്നത്. അപ്പോൾ പറമ്പിലുള്ള സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് കറി. എനിക്ക് എന്നും മീനും ഇറച്ചിയും മേടിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അമ്മച്ചിക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം അച്ചാച്ചൻ മീൻ കൊണ്ടുവന്നാൽ അമ്മച്ചിക്ക് ദേഷ്യം വരും. എടാ അച്ചാച്ചനെ ഒരു ദിവസം വൈകുന്നേരം മീൻ കൊണ്ടിരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അച്ചാച്ചൻ ഒരു ദിവസം വൈകുന്നേരം അന്തിച്ചന്തയ്ക്ക് കൊണ്ടുവരുന്ന മീനൊക്കെ ഉണ്ടല്ലോ, കുമരകത്തു നിന്നൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ അവിടെ മീൻ. അപ്പോൾ ലോറി കൊണ്ടുവന്നിട്ട് അതേലും മീൻ അവിടെ എന്നാ പറഞ്ഞത്, ഒരു പൂച്ച വന്നത് ആ കാട്ടിൽ കൂടെ കണ്ടോ. ആ പൂച്ച മതിലിയാടി വരുന്നുണ്ടോ? മതിലിയാടി വന്നാൽ തെങ്ങിൻ്റെ ചോട്ടി കിടന്നത്. അപ്പം എനിക്ക് അച്ചാച്ചനുണ്ടല്ലോടാ, വൈകുന്നേരം അച്ചാച്ചൻ ടൗണിന് പോയപ്പോഴത്തേക്ക് ഈ വൈകുന്നേരം ലോറിയെ കൊണ്ടുവന്ന്, ലോറിയെല്ലാം മറ്റേ പെട്ടിയാപ്പയെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന സൈസ് മീൻ മേടിച്ചു വന്നു. മത്തിയാണ് മേടിച്ചത്. അന്ന് ഞങ്ങൾക്ക് മത്തിക്കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മത്തിക്കറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നും പച്ചക്കറിയല്ലേ. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ മീൻകാർ വരുമ്പോൾ നമ്മൾ കാണത്തില്ല. അന്ന് ഈ കടയിൽ പോയിട്ട് മീൻ മേടിയില്ലല്ലോ, വീട്ടിൽ കൂടെ ഈ കൊട്ടയിലല്ലോ ചെരുവത്തിലൊക്കെ കൊണ്ടുവരും. ഒരു രമണനും മറ്റേ അവരുടെ പേരുണ്ടായിരുന്നു, അവരുടെ ഒരു പേരുണ്ടായിരുന്നു, ഗിരി ചേച്ചിക്ക് അറിയാം പേര്. രമണൻ എന്ന് പറയുന്നവരുണ്ടായിരുന്നു. ശരിക്കും അയാളുടെ പേര് രമണൻ തന്നെയായിരുന്നു. ഒക്കെ മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ വീട്ടിൽ കാണത്തുമില്ല, മീൻ മേടിയിൽ നടക്കത്തില്ല. അപ്പം മീൻ അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം മീൻ മേടിച്ചു വന്നു, മത്തി മേടിച്ചു വന്നിട്ട് അമ്മച്ചി 2 ദേഷ്യപ്പെട്ടു. ഞാൻ കുളിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഞാനിനി ഇത് വെട്ടണ്ടേ മോൻചേട്ടാ, എന്നാ ചെയ്യും, എനിക്കിനി വെട്ടിയേച്ച് ഞാൻ കുളിക്കാതെ എങ്ങനെ കിടക്കും എന്നൊക്കെ പറഞ്ഞ് 2 തുള്ളൽ. അച്ചാച്ചൻ എന്നാ ഇത് തിണ്ണയിലോട്ട് വന്ന വഴി താഴെ വലിയ റബ്ബർ തോട്ടമല്ലേ, ആ തോട്ടത്തിലോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്താൽ കൂടോടെ മീൻ. അച്ചാച്ചൻ പറഞ്ഞു, അച്ചാച്ചൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുന്നത് ദേഷ്യം എന്തെങ്കിലും മേടിച്ചിട്ട് പോ, ഒറ്റ ഏറ്. അയ്യോ ഞങ്ങൾക്കൊന്നും സങ്കടമില്ല, മീൻകറി കൂട്ടാലോ എന്ന് ഓർത്തിരുന്നപ്പോൾ അതെടുത്ത് അങ്ങ് കളഞ്ഞു. എന്നിട്ട് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാനും അനീഷും കൂടെ താഴത്തെ പറമ്പിലിരുന്ന് മത്തി പെറുക്കിയെടുക്കുക, കൂട്ടിനകത്തുനിന്ന് ചെതറിപ്പോയത്. എന്നിട്ട് പിന്നെ വെട്ടി അമ്മച്ചി അതോടെ മിണ്ടിയില്ല. പിന്നെ അമ്മച്ചി കറി വെച്ചു. ഇന്ന് മഴ പെയ്യുന്ന ലക്ഷണം, ഭയങ്കര ചൂടുമാണ്, നല്ല മഴക്കാറ്. അതുകൊണ്ട് അവിടെ മഴക്കാറ് നല്ലോണം കയറിയിട്ടുണ്ട്, ഇടി മുഴങ്ങുന്നുണ്ട്. നമുക്ക് അതിന് മുന്നേ ഇത് അരിയട്ടെ. അരിയും എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിത് അരിയുമ്പം വിചാരിക്കുന്നത് ഒത്തിരി ഉണ്ടെന്നേ. ഇതിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ചേ ഉള്ളൂ. എനിക്കിത് അരിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ടോണം, ഇന്നിത്തൊട്ട് മഴയാണെന്ന് തോന്നുന്നു അല്ലേ കേട്ടോ. കിറുകിറുകിറാന്ന് വെച്ചായിരുന്നു ഈ തെർമോക്കോൾ കട്ട് ചെയ്യുന്നവർ. പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ് ഇതൊക്കെ. ഇതൊക്കെ പഠിച്ചു വെക്കണം. നിങ്ങളുടെയൊക്കെ കാലമാകുമ്പോൾ ഉണ്ടല്ലോ,
ആരും പിള്ളേർക്ക് ഇതൊന്നും വെച്ച് കൊടുക്കുമല്ലോ. പിള്ളേരെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ അറിയിച്ച് വേണം വളർത്താൻ. ആ സുനിത ചേച്ചിയുടെ പറമ്പിൽ എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഭയങ്കര കൃഷിയുള്ളത് സുനിത ചേച്ചിക്കാണ്. എല്ലാ സാധനവും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇടന നിപ്പുണ്ട്, കുറേ കാര്യങ്ങൾ. അത് ഒരു വാഴയില വേണേലും സുനിത ചേച്ചിയുടെ കിടക്കണം. അതുപോലെ അരിഞ്ഞ താളെന്നായിരുന്നോ, എന്നിട്ട് ഉപ്പിട്ട് തിരിഞ്ഞ് അങ്ങ് വെക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് കാണിക്കാം. ഉപ്പിട്ടിട്ട് ഇങ്ങനെ തിരുമ്മി നമ്മൾ അരിഞ്ഞു വെച്ച് ഉപ്പും തളിച്ച് വെച്ച് ഉപ്പ് പുരട്ടി തിരുമ്മി വെച്ചില്ലേ, എന്നിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കണം. 2 കൈ ഉപയോഗിച്ച് പിഴിഞ്ഞാൽ അത്രയും നല്ലത്. കൈ 2 കഴുകിയിട്ട് എടുത്തിട്ട് നല്ല തരത്തിന് പിഴിയണം. ഇതിനകത്ത് വെള്ളം പോകണം. ഭയങ്കര വെള്ളമായി. ചേമ്പന്താളെന്ന് പറയുന്ന സാധനത്തിനകത്ത് നിറയെ വെള്ളമാണ്. ഇതുണ്ടോ, പിഴിയും തോറും വെള്ളം വരും. ഇതുപോലെ മൊത്തം ഇത് പിഴിഞ്ഞ് എടുത്ത് വെക്കണം. അങ്ങനെ ബാക്കി മുഴുവൻ പിഴിഞ്ഞെടുക്കണം. പാത്രം ചൂടായി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചേമ്പന്താള് കറി വെക്കുമ്പോഴേ പണ്ടൊക്കെ ഉള്ളൊരു പഴഞ്ചൊല്ല് പറയുമല്ല, തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പഴഞ്ചൊല്ല് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പക്ഷേ അതിനത്ര മോശമായിട്ടൊന്നും കണ്ടു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ എനിക്ക് മുരിങ്ങയിലയും നാടൻ സാധനങ്ങളൊക്കെ കഴിച്ചത്. പക്ഷെ നേരത്തെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഈ പറയുന്ന ഇലക്കറിയൊന്നും തന്നാലോ അല്ലെങ്കിൽ ഈ ചേമ്പ് പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയത് ഇതൊന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഭയങ്കര മടിയായിരുന്നു കഴിക്കാൻ. പക്ഷേ ഇപ്പം ഇങ്ങനത്തുള്ള സാധനങ്ങൾ കറി വെച്ചിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. എന്നിട്ട് നമ്മളിത് ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ജീരകവും കൂടി ഇട്ട് അരച്ചതാണ്. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് താള് ചേർക്കും. താള് അരിഞ്ഞിട്ട് ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചത്. വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ഈ താളിനകത്ത് ഞാൻ അരപ്പിനും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല പൊടിയായിട്ടാണ് അരച്ച് വെച്ചത്. കാരണം ഈ താളിനകത്ത് നിറയെ വെള്ളമായിരിക്കും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. പെട്ടെന്നാവും. നമ്മുടെ ക്രോസൻ കറിവേപ്പിലൊക്കെ തീരാറായി കേട്ടോ. ഞാൻ ഈ കുക്കിംഗ് സ്കൂളിലൊക്കെ പോയി നമുക്കൊരു 10ാം ക്ലാസ്സിലെ വെക്കേഷനൊക്കെ വരുമ്പം ഫ്രീ ടൈമൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലോ. ആ സമയത്ത് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പഠിച്ച കറികളൊക്കെയാണ് ഇതൊക്കെ. ചേമ്പന്താള് തോരൻ, പിന്നെ നമ്മുടെ ഒരു മൈസൂർ ചീരയെന്നോ അങ്ങനെ പറയുന്നൊരു ചീരയുണ്ട്, വേലിച്ചീര. അത് കുറച്ചെടുത്തിട്ട് തോരൻ വെക്കുക. അതൊക്കെയാണ് ആദ്യം പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞുകൊണ്ട് ഇത് ഇനി ഉപ്പിടേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് മൂടിയിരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് എന്നുവെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. പക്ഷെ എനിക്ക് കൂണൊക്കെ തോരൻ വെക്കുന്നത് ഇരിക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് വെള്ളമയം കൂടുതലുള്ളതുകൊണ്ട് ഇത് കുഴഞ്ഞ പോലെ നിൽക്കണേ. ഇനി ഇതിപ്പോൾ അടച്ചു വെക്കണ്ട. ഇനി ഇതിരുന്ന് നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് തോർത്തിയെടുക്കാം.
തോർത്തി എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് തോർത്തുന്ന തോർത്തല്ല, ഉണക്കിയെടുക്കാന്ന് പറയത്തില്ലേ, അധികം ഉണങ്ങത്തില്ല. ഇങ്ങനെ തീച്ചിരി കൂട്ടിയും കുറച്ചും വെച്ച് തോർത്തിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള കറിഞ്ഞ. ഉപ്പൊക്കെ കറക്റ്റാണ്. രണ്ടാമത് ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല. ഉപ്പ് ഒഴിച്ച് പിഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി നാൾ കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് പിഴിഞ്ഞത് കറക്റ്റാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റാണ്. ഇത് ചോറ് ഉണ്ണുന്ന സമയമൊന്നും ആയില്ല. ഇത് ചോറുണ്ണുമ്പം കൂട്ടി ഉണ്ണാം. നല്ല ഡിഷാണ്. ജോജിയെ നമ്മളുണ്ടാക്കുന്ന എല്ലാ കറിയും മുരിങ്ങയില തോരൻ വെച്ചാലും ഒക്കെ ജോജി കൂട്ടും. ജെയ്സനാണ് ഈ പച്ചക്കറി സാധനങ്ങളോട് ഇച്ചിരി ഒരു മടുപ്പുള്ള ആൾ. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ. ഒത്തിരി നാൾ കൂടി നമ്മൾ ഒരുപാട് നാൾ കൂടി ചേമ്പന്താൾ ചില സമയത്ത് ചൊറിയുമെന്ന് പറയും. ചൊറിയുന്നൊന്നുമില്ല. ഇത് അരിയുമ്പം ചിലർക്ക് ചൊറിയും, ചേന ചെത്തുമ്പം ചിലർക്ക് ചൊറിയും. എനിക്ക് ചേന എത്തുമ്പോഴും ചൊറിയാറില്ല. എൻ്റെ അച്ചാച്ചൻ്റെ അച്ഛന് ഞങ്ങൾക്ക് ആർക്കും ചേന ചെത്തുമ്പം ചൊറിയത്തില്ല. അപ്പം നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ വെച്ചിട്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ടൗണിന് പോയപ്പം ഇപ്പം നമ്മുടെ മൂവാറ്റുപുഴ ടൗൺ മുഴുവൻ ബ്ലോക്കാണ്. ബ്ലോക്കുമാണ്, വഴിയും കൊള്ളത്തില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ എളുപ്പത്തിൽ ടൗണിൽ കയറാനായിട്ട് നമ്മുടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കാണും അല്ലേ. ഇതിലെ ഈ ഹൗസിംഗ് ബോർഡിൻ്റെ അതിലെ ചുറ്റിക്കറങ്ങി നമ്മൾ ഒരു ഇട റോഡിൽ കൂടെ പോയി അത് ടൗണിൽ ചെന്ന് കയറും. മാളിൻ്റെ അടുത്തല്ലേ, സെൻട്രൽ മാളിൻ്റെ അടുത്ത് നിന്ന് കയറുന്നൊരു വഴിയുണ്ട്. അതിലെ ഞാൻ പോയപ്പോൾ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി അതുകൂടെ പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ്. പോയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഭംഗിയുള്ള സ്ഥലം. കുറേ സ്ഥലത്ത് ബന്ദിപ്പൂ നട്ടേക്കുക, ഓറഞ്ച് മഞ്ഞ കളർ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഓണത്തിന് ഒത്തിരി പൂ ഇവിടുന്ന് പറിച്ചു. അന്നേരം ഒന്നും നമ്മൾ വന്നില്ല, നമ്മൾ അത് കഴിഞ്ഞ് ഇതുവഴി പോയപ്പോഴാണ് കണ്ടത്. പക്ഷേ ടീച്ചർ പറഞ്ഞായിരുന്നല്ലേടാ ഇവിടെ ഒരു ബന്ദിപ്പാടം ഉണ്ടെന്ന്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് അടുക്കൂടെ നടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് പൂവൊക്കെ പറിച്ചിട്ടേക്കുന്നു. പക്ഷേ എന്നാലും നല്ല രസമുണ്ടല്ലോ. തമിഴ്നാട്ടിലൊന്നും പോകാതെ ബന്ദിപ്പാടം കണ്ടു. തൊടുപുഴ എങ്ങാണ്ടും ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ബന്ദിപ്പാടം. അവിടെ പോകണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. നല്ല രസമുണ്ട്. ഇതിനടുത്ത് നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഫീല്. എന്നാ ഭംഗിയല്ലേ. ഈ ഓറഞ്ച് പൂവിനകത്ത് നിൽക്കാൻ പറ്റിയ കുറച്ചും കൂടെ നല്ലത്. എനിക്ക് ഓറഞ്ച് കളറാണ് കൂടുതലും കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ എല്ലാം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ഇടയ്ക്കേ ഇങ്ങനെ ഈ വരമ്പ് പാകിയേക്കുന്നതിനകത്ത് ചെളിയാണ്, അതിലേ വരാൻ പറ്റത്തില്ല. നിലത്ത് ഓരോ പൂ കിടപ്പുണ്ട്, ആരെങ്കിലുമൊക്കെ പറിച്ചിട്ടതായിരിക്കും നിലത്ത്. നല്ല രസമുണ്ടല്ലേ. പക്ഷേ ഓണത്തിനൊക്കെ ഇതിന് ഭയങ്കര വിലയായിരുന്നു. 150 രൂപ അടുത്തെങ്ങാണ്ടാണ് നമ്മൾ 1 കിലോ പൂ വാങ്ങിച്ചത്. 150 രൂപയായിരുന്നു ബന്ദിപ്പൂവിന്. ഇപ്പോൾ ഒരുപാടെണ്ണം ചീഞ്ഞ് നിലത്തൊക്കെ വീണ് കിടക്കുന്നു. പക്ഷേ എന്തായാലും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. ഇത് നമ്മുടെ അവിടെ നിന്ന് എത്രയാണ്, 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ വീടിൻ്റെ അവിടെ നിന്ന്. 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത്രയും ഭംഗിയുള്ളൊരു ബന്ദിപ്പാടം ഉള്ളത്. ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഭംഗിയുള്ള സ്ഥലം. ഇത് കുറേ ദിവസമായിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സ്ഥലമാണ് ബന്ദിപ്പാടം. ഓണത്തിനൊക്കെ വിളവെടുത്തിട്ട് കുറേ പൂക്കൾ തീർന്നു. ഇവിടെ എല്ലാം പൂക്കൾ തീർന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ടാറ്റാ.